നല്ല ചെറുതായിട്ട് പേടിക്കും. ആ നല്ലതായിരുന്നു. കാണാനുണ്ട്. വിശ്വസിക്കില്ല. ചെറുതായിട്ട്. സൗണ്ടൊക്കെ നല്ല തിയേറ്റർ കുഴപ്പമില്ല. നല്ല പെർഫോമൻസാണ്. നല്ല പടം, അടിപൊളി പടം. എങ്ങനെയുണ്ട് ഹൊറർ മൂവ്മെന്റ് ഒക്കെ? രക്ഷയില്ല. പ്രണവ് ടോട്ടൽ എക്സ്പീരിയൻസ്. ചെറിയൊരു പടം, കുറച്ചാൾക്കാർ അടിപൊളിയായിട്ട് എടുത്തിട്ടുണ്ട്. മേക്കിംഗ് ആണോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത്? മേക്കിംഗ് അടിപൊളി പടമായിരുന്നു. കിടിലൻ എക്സ്പീരിയൻസ് ആണ്. നല്ലൊരു ഹൊറർ ആ ഒരു ഫീൽ കിട്ടുന്നുണ്ട് പടം കാണുമ്പോഴത്തേനും. അടിപൊളിയാണ്. എല്ലാവരും അടിപൊളിയായിട്ടുണ്ട്. പിന്നെ മെയിനായിട്ടുള്ള ആ ഒരു ഹൊറർ ഫീലാണ്. അത് തിയേറ്ററിൽ വന്ന് കിട്ടിയാലേ കിട്ടത്തുള്ളൂ സംഭവം. രാഹുൽ സദാശിവന്റെ ടോട്ടൽ വർക്ക് എങ്ങനെയുണ്ട്? പുള്ളി കിടിലനായിട്ട് ചെയ്തിട്ടുണ്ട്. പുള്ളിയുടെ ഇനി എക്സ്പെക്ട് ചെയ്യുന്നത് ഇതുപോലത്തെ സംഭവങ്ങൾ. സൗണ്ട് ഡിപ്പാർട്ട്മെന്റ് ഒക്കെ എങ്ങനെയാണ്? സൗണ്ട് എല്ലാം കിടിലനാണ്. നമുക്ക് ആ ഒരു എഫക്റ്റ് തരുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് തിയേറ്ററിൽ ഇരുന്ന് കിട്ടുമ്പോൾ ആ ഒരു എഫക്റ്റാണ്. അതെല്ലാത്തിനും നല്ല കിടിലനായിട്ട് കിട്ടുന്നുണ്ട്. പേടിക്കാനുള്ളതുണ്ട്. പ്രണവിന്റെ പ്രകടനത്തെക്കുറിച്ച് പുള്ളിയുടെ ഞാൻ ഇതുവരെ കണ്ടത് വെച്ച് ഈ ഒരു പടം മുഴുനീളെ പുള്ളിയുടെ ഒരു നല്ലൊരു കിടിലൻ എക്സ്പീരിയൻസ് ആയിരുന്നുണ്ട്. പുള്ളിയുടെ ഒരു പ്രകടനം എല്ലാം അടിപൊളിയായിട്ടുണ്ട്. നല്ല രീതിയിൽ ബെറ്റർ ആയിട്ടുണ്ട്. പണ്ട് വിമർശിച്ചിരുന്നവർക്കൊക്കെ ഒരു മറുപടിയാണോ? ശരിക്കും കിടിലനായിരുന്നു. ഇപ്പൊ രാത്രി കണ്ടപ്പോൾ എല്ലാവരും ഞെട്ടിന്ന് പറഞ്ഞു, രാവിലെ കണ്ടപ്പോൾ ഞെട്ടാണ്ടോ? പ്രണവിൻ്റെ ഒരു നല്ലൊരു മൂവിയാണ്. പ്രണവ് ഇത്രയും ഗ്യാപ്പ് എടുത്ത് ചെയ്യുന്നത് ഒരു സെലക്റ്റീവായിട്ട് ചെയ്യുന്ന ഒരു മൂവിയായിട്ട് തോന്നി. പക്ഷേ ഡയറക്ടറിൻ്റെ കഴിഞ്ഞ പടം കമ്പയർ ചെയ്യുമ്പോൾ അത്രയും നമുക്കൊരു ഇതില്ല. ബട്ട് ഇത് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള വേറൊരു സോണാണ്. പിന്നെ കുറേ ഹൊറർ പടം വന്നിട്ട് കുറേ ഗ്യാപ്പ് ആയതുകൊണ്ട് കുറച്ചുകൂടെ BGM അടിപൊളിയാണ്. സെറ്റപ്പ് BGM ആണ്. പിന്നെ അതേപോലെ തന്നെ സിനിമാറ്റോഗ്രാഫിയും സൂപ്പറാണ്. ഒരു രക്ഷയില്ലാത്ത സിനിമാറ്റോഗ്രാഫിയാണ്. BGM സൂപ്പറാണ്. ഇത് രണ്ടുമാണ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടത്. തീർച്ചയായിട്ടും. ഇപ്പം നമ്മൾ കുറേ ഓൾറെഡി കുറേ പടങ്ങളൊക്കെ കാണുന്നതുകൊണ്ട് പേടിക്കണം. പക്ഷേ പുതിയതായിട്ട് വരുന്ന പിള്ളേർക്ക് കൊച്ചു പിള്ളേർക്ക് അല്ലാതുള്ളവർക്ക് ലേഡീസിനൊക്കെ പേടിക്കാനുള്ളതുണ്ട്. നല്ല പടമാണ്. വളരെ വൺ ടൈം വാച്ച് പടമാണ്. നന്നായിട്ടുണ്ട്. പ്രണവ് അടിപൊളിയായിട്ടുണ്ട്. ആ എക്സ്പ്രഷനും കാര്യങ്ങളൊക്കെ നന്നായി ചെയ്തിട്ടുണ്ട്. പ്രണവിൻ്റെ ഭാഗം പ്രണവ് നന്നായി ചെയ്തിട്ടുണ്ട്. സൗണ്ട് ഡിപ്പാർട്ട്മെന്റ് ബാക്കി കാര്യങ്ങളൊക്കെയാണ്. അതൊക്കെ ക്യാമറ വർക്ക് മേക്കിംഗ് കുഴപ്പമൊന്നുമില്ല, നന്നായിട്ടുണ്ട്. നല്ല സിനിമ, നല്ല മേക്കിങ്. ഇതിന് സൗണ്ടിനാണ് നമ്മൾ കൊടുക്കേണ്ടത്. മറ്റൊന്ന് സ്ക്രീനിൽ നമുക്ക് കണ്ടെടുക്കാൻ തോന്നില്ല. ആ രീതിയിലുള്ള മേക്കിങ്ങാണ്. സാധാരണ ഹൊറർ പടം കാണുന്ന പോലെയല്ല. ഒരിക്കൽ പോലും സ്ക്രീനിൽ നമുക്ക് കണ്ടെടുക്കില്ല. ഫുൾ ടൈം എൻഗേജഡ് ആയിരുന്നു. നമുക്കൊരിക്കലും ലാഗ് അങ്ങനെയൊന്നും തോന്നണില്ല. അത് നമുക്ക് അടുത്ത എന്താണെന്നുള്ള ഒരു ഈഗറുണ്ടല്ലോ, അത് ഭയങ്കരമാണ്. സംവിധാനം മികച്ചത്, അടിപൊളി. സൗണ്ട് ഡിപ്പാർട്ട്മെൻറ്റാണ് ഏറ്റവും മികച്ചതെന്ന് പറയുന്നത്. ശരിക്കും ഓരോ ശ്വാസം വിടുന്ന ആ ഒരു ഇതുവരെ നമുക്ക് ഫീൽ ചെയ്യും. കാറ്റൊക്കെ അടിക്കുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യേണ്ടത് അത് നല്ലതായിട്ടുണ്ട്. ഏതായാലും നല്ല എഫർട്ടാണ്, നല്ലതാണ്. ഒരു തിയേറ്റർ വാച്ച് തന്നെയാണ്. പിന്നെ തിയേറ്ററിൽ തന്നെ കാണേണ്ട ഒരു പടം. സൂപ്പർ എക്സ്പീരിയൻസ്. 2 മണിക്കൂർ ടോട്ടലി ഒരു എൻഗേജാണ്. റിയലി എൻഗേജ്ഡ്. പടയം തീരും പടം, പക്ഷേ സൂപ്പറാണ്. ഫസ്റ്റ് ഹാഫും സെക്കൻഡ് ഹാഫും സൂപ്പറാണ്. പ്രണവിൻ്റെ മറ്റുള്ള സിനിമകളെ അപേക്ഷിച്ച് ഇത് എങ്ങനെയുണ്ട്? നല്ലോണം പുള്ളി വർക്ക് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ അറിയാനുണ്ട്. പടം കാണാൻ ഉണ്ട്. നല്ല മൂവ്മെൻറ്റ്സ് ഉണ്ട്. അതുപോലെ ടെക്നിക്കൽ ഡിപ്പാർട്ട്മെന്റ്സ് ഒക്കെ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും നന്നായിട്ട് പണി ചെയ്തിട്ടുണ്ട്. BGM ആണെങ്കിലും ഒക്കെ. പടം ടോട്ടലി എങ്ങനെയുണ്ട്? 2 മണിക്കൂർ എൻഗേജിങ് ആയിരുന്നു. ഉണ്ട്. നന്നായിട്ട് ഡയറക്റ്റ് ചെയ്തിട്ടുണ്ട്. പ്രണവിൻ്റെ കൊള്ളാം. അഭിനയിച്ചിട്ടുണ്ട് നന്നായിട്ട്. പൊതുവെ കൊള്ളായിരുന്നു. ക്ലൈമാക്സ് എന്തോ ഒരു ചെറിയൊരു ഇതുപോലെ തോന്നി. പക്ഷെ അതുവരെ കൊള്ളാം. നന്നായിട്ട് എടുത്തിട്ടുണ്ട്. ഡയറക്ഷൻ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. എഡിറ്റിംഗും കൊള്ളാം. സൗണ്ടൊക്കെ കൊള്ളാം. നന്നായിരുന്നു.